ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇനി നന്ദിനി മലക്ക് പോയിരിക്കുകയാണല്ലോ. ആ മലക്ക് പോയി വരുന്ന വഴിക്ക് നന്ദിനിയോട് സൂര്യയോടും കൂടി പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ. അതായത് നിങ്ങൾക്കൊരു ജീവിതം തുടങ്ങണം, നിങ്ങൾക്കൊരു പെൺകുഞ്ഞ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ആ കാര്യത്തെക്കുറിച്ച് സൂര്യയുടെ മനസ്സിലിങ്ങനെ കിടന്ന് അലട്ടുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം ഇടയ്ക്കിടയ്ക്ക് രാജു ചോദിക്കുന്നുണ്ട്, അല്ല അത് ലാസ്റ്റ് പറഞ്ഞത് എന്താ, അത് എനിക്ക് അധികത്രങ്ങ് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ സൂര്യ സാറിനോട് ചോദിച്ചു എന്ന് നന്ദിനി പറയുന്നുണ്ടല്ലോ. അങ്ങനെ ഇവർ വീട്ടിലെത്തി കാര്യങ്ങളൊക്കെ പിന്നീട് നല്ല ഭംഗിയായി തന്നെ ആ മാലയൊക്കെ അഴിച്ചു വെച്ച് അതിൻ്റേതായ ആ ഒരു കൂടി പോകുന്നുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിലോ നന്ദിനിക്ക് ഒരു സ്വപ്നലോകത്ത് പോലെ ആവുകയാണ്. നന്ദിനി വെറും സൂര്യയെ തന്നെ കണ്ണിൽ കാണുകയും സൂര്യയോടുള്ള ആ സ്നേഹപ്രകടനവും സൂര്യ തൻ്റെ അടുത്ത് വന്നെങ്കിൽ, സൂര്യ തനിക്ക് ഓരോന്ന് ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ എന്ന ആ നിലപാടൊക്കെ ആയി തുടങ്ങിയിരിക്കുന്നു കേട്ടോ. അങ്ങനെ ഇരിക്കെ പിന്നെ സൂര്യ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് രാജു വരികയാണ്. അപ്പോൾ രാജുവിനോട് യതീന്ദ്രൻ വന്ന് ചോദിക്കുകയാണ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, എന്തൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ, എങ്ങനെ ഉണ്ടായിരുന്നു മലക്ക് പോയി, അതൊക്കെയൊന്ന് പറഞ്ഞെന്ന് പറയണം. അപ്പോൾ സൂര്യൻ കൂടി നിൽക്കുന്നുണ്ട്. സൂര്യ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാജു ഇങ്ങനെ പറയുകയാണ്, അത് മാത്രമല്ല ഒരു രസകരമായ ഒരു സംഭവം കൂടി അവിടെ ഉണ്ടായി എന്ന് പറയട്ടെ. അപ്പോൾ എന്തെന്ന് ചോദിക്കാം. അപ്പോൾ അത് കേൾക്കാൻ വേണ്ടിയിട്ട് പത്മ ഒരു സൈഡിൽ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. പത്മക്ക് ഇത് കേൾക്കാൻ നല്ല താല്പര്യമുണ്ട്. അങ്ങനെ പത്മ ഒരു സൈഡിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ പത്മ ഇത് നിൽക്കുന്നത് കാണുമ്പോൾ ഉടൻ തന്നെ ഓടിങ്ങോട്ട് വരികയാണ് ഈ പറയുന്ന പിന്നെ സോറി ഇന്ദ്രജ. പത്മ ഇങ്ങനെ ഇത് കേൾക്കുമ്പോൾ ഇന്ദ്രജയെ ഒരു സൈഡിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ രാജുവിനോട് യതീന്ദ്രൻ ചോദിക്കുകയാണ്, എന്തായിടാ ഉണ്ടായത്, എന്താ രസകരമായ സംഭവം. അത് ഞങ്ങൾ സൂര്യസാർ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് സൂര്യസാറിന് അതിൻ്റേതായ ബുദ്ധിമുട്ടും വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ പിന്നീട് സൂര്യസാർ വോമിറ്റിങ്ങും അങ്ങനെയൊക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു അമ്മ ഞങ്ങളുടെ മുന്നിലോട്ട് വന്നു, ഒരു കൈനോട്ടക്കാരി എന്ന് പറയാം. അതാണ് ഇപ്പോൾ ഇത്ര വലിയ കാര്യം എന്നിങ്ങനെ ഇന്ദ്രജ പത്മയോട് പറയാം. അപ്പം നീ മിണ്ടാതെ നിൽക്കണേ, അവർ പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം, നീ മിണ്ടാതെ നിൽക്ക്, എന്തായാലും അവൻ എന്നോട് പറഞ്ഞില്ലെങ്കിൽ അവൻ്റെ അച്ഛനോട് പറയുമല്ലോ, അപ്പോൾ അത് നമുക്ക് കേട്ട് നിൽക്കാം. ആയിക്കോട്ടെ അമ്മേ, ശരിയെന്നും പറഞ്ഞ് അവരത് കേട്ട് നിൽക്കണം കേട്ടോ. അങ്ങനെ ഈ സമയം സൂര്യസാറിൻ്റെ സ്വഭാവം എങ്ങനെ പറഞ്ഞു, ഒരു വളരെ ദേഷ്യവും എടുത്തുചാട്ടക്കാരനും, എപ്പോഴും ആരോടും എന്തും തുറന്നു പറയാനുള്ള മനസ്സും. അപ്പോൾ ഉടൻ തന്നെ ഇന്ദ്രജ പറയാം, ആ ഒരു അമ്മയെങ്കിലും അങ്ങനെ പറഞ്ഞു കൊടുത്തല്ലോ, അങ്ങനെയെങ്കിലും സൂര്യക്കൊരു ബോധവും ബുദ്ധിയൊക്കെ വന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ സമയം അത് മാത്രമല്ല, അച്ഛനോടാണ് കൂടുതൽ ഇഷ്ടം, മമ്മിയോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ അച്ഛനെയാണ് ഇഷ്ടം, മമ്മിയോട് എപ്പോഴും വഴക്കിലാണല്ലോക്കെ എന്ന്. അപ്പോൾ ഉടൻ തന്നെ മമ്മി കണ്ടില്ല, ആ കൈനോട്ടക്കാരി പോലും അത് നോക്കി പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ആ സമയം നീ മിണ്ടാതിരിക്കുകയെന്ന് പറയാണ്. പിന്നീട് സൂര്യ പറയണേ, ഇതൊക്കെ ഒരു കൈനോട്ടക്കാരിക്ക് ഒരാളെ എങ്ങനെ വീഴ്ത്താന്നൊക്കെ അറിയാലോ ഡാഡി, അപ്പോൾ അതിനനുസരിച്ച് അവർ പറഞ്ഞതാണ് എന്ന് പറയണേ. അപ്പോൾ ഈ സമയം പറയണേ, അത് മാത്രമല്ല വേറൊരു കാര്യം കൂടി പറഞ്ഞു എന്ന് പറയണം. അപ്പോൾ യതീന്ദ്രൻ പറയാണ്, രാജു എന്ത് കാര്യമാണ് പറഞ്ഞത്. അത് പിന്നെ സൂര്യ സാറിന് പിറക്കാൻ പോകുന്ന ഒരു പെൺകുഞ്ഞാണെന്നും ശിവനും പാർവതിയും പോലെയുള്ള ഒരു ജീവിതമായി മാറും നന്ദിനിയും സൂര്യയുടെ. അതങ്ങ് കേൾക്കുന്ന പത്മ മൊത്തത്തിൽ അങ്ങ് വെറുങ്ങലിച്ച് പോകണം കേട്ടോ. ഈശ്വര, എന്തൊക്കെയാണ് ഇതെന്നുള്ള ലെവലിൽ ഇങ്ങനെ വെറുങ്ങലിച്ച് നിൽക്കണം കേട്ടോ. ആ സമയം അതേ ശിവനും പാർവതിയും ഒക്കെ പോലെയുള്ള ജീവിതമാണ് ഇനി സൂര്യയും നന്ദിനിയും കൂടി. അപ്പോൾ ലാസ്റ്റ് ഇവർ ഒരു കാര്യം കൂടി പറഞ്ഞു, നിങ്ങളുടെ ജീവിതം ഇങ്ങനെ അങ്ങ് പോയാൽ പോരാ, നിങ്ങൾ ഇതുവരെ ജീവിതം തുടങ്ങിയിട്ടില്ല, അതും കൂടി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പോയതെന്ന് പറയും കേട്ടോ. അപ്പോൾ അത് മാത്രമേ യതീന്ദ്രൻ സാർ എനിക്ക് പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായില്ല എന്ന് പറയും കേട്ടോ. ആ സമയം യതീന്ദ്രൻ്റെ കാര്യങ്ങൾ പിടികിട്ടുകയാണ്. അപ്പോൾ ഉടൻ തന്നെ ഇന്ദ്രജ് പറയണേ, എന്താണ് പിന്നെ ഇയാളുടെ സ്വഭാവം ഇങ്ങനെ ഒന്നും അറിയാത്തതുപോലെ ഇങ്ങനെ കാണിക്കുന്ന മാമി, അവൻ സത്യത്തിൽ ഇവിടുത്തെ വേലക്കാരനോ അതോ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാനായിട്ട് നമ്മൾ നിർത്തി ആരെങ്കിലും ആണോ, നീ മിണ്ടാതിരിക്കുക, എന്തായാലും നിൻ്റെ ഡാഡിയുടെ തീരുമാനം ഇപ്പം കേൾക്കാമെന്ന് പറയണേ. അപ്പോൾ യതീന്ദ്രൻ പറയണേ, മോനെ അവന് മനസ്സിലായിട്ടില്ലെങ്കിലും എനിക്കെല്ലാം മനസ്സിലായി, ആ അമ്മ പറഞ്ഞത് സത്യം തന്നെയല്ലേ, നിങ്ങൾക്കിടയിൽ ഒരു ജീവിതം വേണം, എനിക്കും വേണം മോനെ, ഒരു പേരക്കുട്ടിയെ താലോലിക്കുക എന്നുള്ള ആഗ്രഹം എന്നിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൂര്യ, നന്ദിനി നിനക്ക് ശിവനും പാർവതിയും ഒക്കെ അങ്ങനെ പലവരുടെയും ഉപമ പറഞ്ഞല്ലോ, അവരുടെയൊക്കെ ജീവിതം പോലെ തന്നെ നിങ്ങളുടെ ജീവിതവും തുടർന്ന് പോകണം. അപ്പോൾ അത്രയും നല്ലൊരു ദാമ്പത്യം നിങ്ങളിൽ ഉണ്ടാവണം. മാത്രമല്ല എനിക്കൊരു പേരക്കുട്ടിയെ കിട്ടണം, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും. എനിക്ക് ഈ ഡാഡിക്ക് ഇനി അത് മാത്രമേ ആഗ്രഹമുള്ളൂ. എൻ്റെ മോന് ഒരുപാട് മാറി, മദ്യപാനം നിർത്തി, അതുപോലെ തന്നെ പല എടുത്തുചാട്ടങ്ങളിലും എൻ്റെ മോന് ഇടപെടാതായി. ഇപ്പോൾ കുടുംബത്തെ കാര്യങ്ങൾക്കും അതുപോലെ തന്നെ ജോലിക്കാര്യത്തിലാണെങ്കിലും എന്തിലാണെങ്കിലും എൻ്റെ കുഞ്ഞിന് അതിൻ്റേതായ ശ്രദ്ധ വന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇനി അധികം വൈകിക്കണ്ട, എൻ്റെ മോന് പുതിയൊരു ദാമ്പത്യത്തിലോട്ട് പോകണം എന്ന് പറയാൻ കേട്ടോ.
ആ സമയം ഇത് പറയുമ്പോൾ ഉടൻ തന്നെ സൂര്യ പറയാണ് ശരി. അപ്പോൾ സൂര്യ ഇങ്ങനെ നാണിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ദ്രജ പത്മയോട് പറയാണ് മമ്മി അവൻ്റെ ഒരു നാണം കണ്ടില്ലേ എന്ന് പറയാണ്. അപ്പോൾ രാജു അങ്ങോട്ടേക്ക് പോയിരിക്കുകയാണല്ലോ. അപ്പോൾ ഇന്ന് എന്തായാലും ഇനി വൈകിക്കണ്ട, നിങ്ങൾ തമ്മിലുള്ള ഒരു ജീവിതം തുടങ്ങിക്കോട്ടെ, ഇനി അധികം വൈകിക്കണ്ട എന്ന് പറയുമ്പോൾ നന്ദിനി അങ്ങോട്ടേക്ക് കടന്നു വരികയാണ് കേട്ടോ. അപ്പോൾ നന്ദിനി വരുമ്പോൾ ഉടൻ തന്നെ നന്ദിനിയോട് ചോദിക്കുകയാണ് നിൻ്റെ അച്ഛനെ വിളിച്ചോ, സുദേവനെ വിളിച്ചോ, സുദേവനോട് നീ വന്ന വിവരമൊക്കെ പറഞ്ഞു? ഓ ഞാനത് അറിയിച്ചു എന്ന് പറയണേ. എന്നാൽ അവിടുന്ന് കൊടുന്ന കാര്യങ്ങളും ആ പ്രസാദും കാര്യങ്ങളൊക്കെ അങ്ങോട്ടേക്ക് എത്തിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഉടൻ തന്നെ ഞാൻ വിജയുടെ അടുത്ത് കൊടുത്തു വിട്ടോളാം എന്ന് പറയാണ്. സോറി, വിവേകിൻ്റെ അടുത്ത് കൊടുത്തു വിട്ടോളാം എന്നിങ്ങനെ അവിടെ സൂര്യ പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം ഇതൊക്കെ കേട്ടിട്ട് പത്മക്ക് ഇങ്ങനെ ദേഷ്യം പിടിക്കുകയാണ്. അവൻ്റെ മമ്മിക്ക് വേണമെന്നുള്ളതൊന്നുമില്ല. മമ്മി ഇതിപ്പോൾ അവനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിനെല്ലാം കൂട്ടി നിൽക്കുന്ന നമ്മുടെ അച്ഛനെയും കൂടി ഡാഡിയെയും കൂടി പറയണമെന്ന് പറയണം കേട്ടോ. അപ്പോഴാണ് യതീന്ദ്രൻ പറയുന്നത്, മോളെ നിങ്ങൾ വരുന്ന വഴിക്ക് ഒരു അമ്മയെ കണ്ട വിവരം കൈനോട്ടക്കാരിയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പറഞ്ഞതെല്ലാം സത്യമല്ലേ? ഇന്നേ വരെ നിങ്ങളൊരു ജീവിതം തുടങ്ങിയിട്ടില്ലല്ലോ, ഇനി എന്തായാലും വൈകിക്കണ്ട. എനിക്ക് പ്രായമായി, പത്മക്കും പ്രായമായി വരികയാണ്. എന്തായാലും പത്മക്കിടയിലുള്ള ഈ ദേഷ്യവും വൈരാഗ്യവും ഒക്കെ മാറ്റാൻ ഏറ്റവും നല്ലതായിരിക്കും ഒരു പേരക്കുട്ടി. അതുകൊണ്ട് ഇനി അധികം വൈകിക്കണ്ട, ഇനി എന്തായാലും നിങ്ങൾ ജീവിതത്തിലോട്ട് കടന്നോളൂ എന്നിങ്ങനെ പറയാൻ കേട്ടോ. ആ സമയം നന്ദിനിക്ക് നാണം വന്ന് തുടങ്ങുകയാണ്. അപ്പോൾ സൂര്യയാണെങ്കിൽ നന്ദിനി ഇങ്ങനെ നോക്കുന്നുണ്ട്. നന്ദിനി അതിൻ്റേതായ ആ ഒരു നാണവും ഇതൊക്കെ കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം ഡാഡി അത് പിന്നെ അതെ, ഇനി മോനൊന്നും എന്നോട് എതിർത്ത് പറയണ്ട. ഇപ്പം എല്ലാം കൊണ്ടും എൻ്റെ മോന് നല്ലൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ മോനിനി ഒരു ജീവിതം തുടങ്ങിക്കോളൂ. നന്ദിനി തന്നെയാണ് നിനക്ക് യോജിച്ചവൾ. നന്ദിനി നിനക്ക് ദൈവം കരുതി വെച്ച പെണ്ണ് തന്നെയാണ്. അതുകൊണ്ട് നല്ലൊരു ജീവിതം തുടങ്ങും. ഡാഡി അധികം ഇനി ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. എന്താ ഡാഡി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അതേ മോനെ, എനിക്ക് ഇനി ഈ ഒരു സമാധാനം മുന്നിൽ കാണണം. നിൻ്റെ കുഞ്ഞിനെ ഒന്ന് താലോലിക്കണം. അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. പിന്നെ നിൻ്റെ മമ്മിയുടെ വെറുപ്പും വിദ്വേഷവും അതൊക്കെ മാറും. നിനക്കൊരു കുഞ്ഞുണ്ടാവുന്നതിനോട് കൂടി അതിൻ്റെ മുഖം കാണുമ്പോൾ ഈ പറയുന്ന നന്ദിനിയോടുള്ള വെറുപ്പും വിദ്വേഷവും ഒക്കെ മാറി പത്മ നല്ലൊരാളാവും എന്നൊക്കെ പറയണം കേട്ടോ. ആ സമയം ഇന്ദ്രജ ഈശ്വര അത് പറഞ്ഞത് സത്യമാണല്ലോ എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. മമ്മി ഇത് കണ്ടോ, ഡാഡിയാണ് അവൾക്ക് എല്ലാ സപ്പോർട്ടും ചെയ്യുന്നത്. നമ്മളാണെങ്കിലോ അവളെ എവിടെ നിന്നും തുരത്താൻ നോക്കുമ്പോൾ അവളാണെങ്കിലോ എവിടെ നിർത്താനുള്ള പരിപാടി ഡാഡി ഓരോന്നോരോന്നായി പറഞ്ഞു കൊടുക്കുന്നു. സത്യത്തിൽ ഡാഡിക്ക് മമ്മിയോട് ദേഷ്യമാണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയം നീ മിണ്ടാതെ നിൽക്കുക ഇന്ദ്രജ, എനിക്കറിയാം അങ്ങനെ എന്ത് ചെയ്യണമെന്ന്. ഇത്രയും കാലം ഞാൻ കണ്ടു നടന്ന ഭർത്താവല്ലേ, ആ ഭർത്താവിനെ നിലക്ക് നിർത്താനും എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. പിന്നെ അവൾ എൻ്റെ മകൻ്റെ ഭാര്യയാവുകയില്ലേ എന്നുള്ളത് ഞാനൊന്ന് നോക്കട്ടെ. എൻ്റെ മമ്മി എന്ത് പറഞ്ഞത് ഇവിടെ നടന്നിട്ടുള്ളത്? ഒന്നും നടന്നിട്ടില്ല. സൂര്യ പറഞ്ഞത് തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. നന്ദിനി ഓരോ വഴി വെട്ടിക്കൊടുക്കും, അതിലൂടെ തന്നെയാണ് സൂര്യ പോകുന്നത്. ഇനിയിപ്പോൾ നന്ദിനി വിചാരിച്ചാൽ ഈ പറഞ്ഞതും സംഭവിക്കും. അത് തന്നെയാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. മമ്മി എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഈ പറയുന്ന സൂര്യയുടെ കുഞ്ഞിനെ മമ്മി താലോലിക്കുകയും പിന്നീട് നന്ദിനിയോടുള്ള വെറുപ്പ് മാറ്റുകയും ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ പത്മ പറയണ, എടി നീ എന്നെക്കുറിച്ച് എന്താണ് വിചാരിച്ചിരിക്കുന്നത്? ആ സുദേവൻ്റെ കാലിത്തൊഴുത്തിൽ കിടക്കുന്ന അവളെ എൻ്റെ മകൻ്റെ കുഞ്ഞിനെ പ്രസവിക്കുക, അത് ഒരിക്കലും ഉണ്ടാവില്ലടി. നീ നോക്കിക്കോ, എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ അവളെ ഞാൻ ഈ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കും. അതിനി ഏതാനും ദിവസങ്ങളേ ഉള്ളൂ. നീ ചെവിയിൽ നൊള്ളിക്കോ എന്നൊക്കെ പറഞ്ഞ് പത്മ പോവാണ് കേട്ടോ. പക്ഷേ നന്ദിനിയാണെങ്കിലോ പിന്നീട് സൂര്യയുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയായി വരികയാണ്. സൂര്യ കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഓടിച്ചില്ല, സൂര്യയുടെ തല തോർത്തി കൊടുക്കുക, ഷർട്ടിട്ട് കൊടുക്കുക, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും സൂര്യയെ ഒന്നിങ്ങനെ നീങ്ങാൻ പോലും നന്ദിനി സമ്മതിക്കില്ല. സൂര്യയുടെ എല്ലാ കാര്യവും മുടിച്ചീകി കൊടുക്കുക പോലും നന്ദിനി തന്നെ ചെയ്ത് കൊടുക്കൂട്ടോ.